എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി നക്ഷരേ ദ്രോഗിൻകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഭജഗോവിന്ദത്തിലെ ശ്ലോകം 23. സ്ത്വം കോഹം കുത ആയാദഃ കാമേ ജനനീ കോ മേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ത്വം കാ നീയാര്, അഹം കാ ഞാനാര്, കുത ആയാതഹ എവിടെ നിന്ന് വന്നു, മേ ജനനി കാ എൻ്റെ അമ്മയാര്, മേ താതാ കാ എൻ്റെ അച്ഛനാര്, ഇതി എന്നിങ്ങനെ സ്വപ്നവിചാരം അസാരം വിശ്വം സർവം ത്യക്ത്വാ സ്വപ്നതുല്യം സങ്കല്പജന്യവും നിരർത്ഥകവുമായ സംസാരാനുഭവങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് പരിഭാവയഃ വിചാരം ചെയ്യൂ. സമൂഹജീവി എന്ന നിലയിൽ പരസ്പരബന്ധത്തിൽ അധിഷ്ഠിതമാണ് മനുഷ്യജീവിതം. മാനവരാശിയാവുന്ന വസ്ത്രവിശേഷത്തിൻ്റെ ഊടും പാവും വ്യക്തികൾ തമ്മിലുള്ള ബന്ധമത്രേ. സമൂഹത്തിലെ ഇതര വ്യക്തികളോടും വസ്തുക്കളോടും എനിക്ക് ബന്ധം നേരെയാവണമെങ്കിൽ എനിക്ക് എന്നെപ്പറ്റി തന്നെ ശരിയായ ബോധമുണ്ടായേ തീരൂ. ഞാൻ മത്തനോ ഉന്മത്തനോ ആണെങ്കിൽ അഥവാ വല്ല കാരണവശാലും ഞാൻ എൻ്റെ യഥാർത്ഥ നില മറന്ന് മട്ടാണെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകളും വസ്തുക്കളുമായി ഞാൻ പുലർത്തുന്ന ബന്ധം അനാശാസ്യവും പലപ്പോഴും ആപത്കരവുമായിരിക്കും. ജീവിതയാത്രയിൽ ബാഹ്യലോകവുമായി നമുക്ക് ബുദ്ധിപൂർവകമായ ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതിനാൽ നമ്മെക്കുറിച്ചു തന്നെയുള്ളത് അറിവാണ് നമുക്ക് ഏറ്റവും പ്രയോജനകരമായ അറിവ്. അതില്ലായ്കയാൽ ഉന്മത്തരെ പോലെയോ മത്തരെ പോലെയോ താളം തെറ്റിയ മട്ടിലാണ് നാം പെരുമാറുന്നത്. അഹങ്കാര സർപ്പത്തിൻ്റെ ഉഗ്രവിഷം നമ്മുടെ സർവനാഡികളും തളർത്തിക്കളഞ്ഞിരിക്കുന്നു. അങ്ങനെ അവശ്യരും വിഷാദമുഖരുമായി തീർന്ന നാം അർജുനസ്ഥിതിയിലാണ് ഇപ്പോൾ. സൂക്ഷ്മനിരീക്ഷണവും ബുദ്ധിപൂർവകമായ അന്വേഷണവും തന്നെയാണ് ബാഹ്യലോകത്തെ സംബന്ധിച്ചും ആന്തരാനുഭവങ്ങളെ സംബന്ധിച്ചുമുള്ള മിഥ്യാധാരണകൾ നീക്കാൻ ഉപായം. അജ്ഞാനത്തിൽ നിന്ന് ശരിയായ അറിവ്, ഇല്ലായ്മയിൽ നിന്ന് മിഥ്യാജ്ഞാനം, തെറ്റായ അറിവ് ഉണ്ടാവുക സ്വാഭാവികമാണ്. വല്ലതും ഒന്നിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നാം അറിയില്ലെന്നിരിക്കട്ടെ, അത് നമ്മെ കബളിപ്പിക്കും. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് അത് വികൃതവും ഭീകരവുമായി ചമയും. ഉള്ളത് കാണാതെ അതിൻ്റെ സ്ഥാനത്ത് ഇല്ലാത്തത് കണ്ട് നാം ഭ്രമിക്കാനിടയാവും. അതുകൊണ്ട് ആധ്യാത്മിക സാധകൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്തെന്ന് നല്ലപോലെ ശാസ്ത്രീയമായി വിചാരം ചെയ്യണമെന്ന് വേദാന്തശാസ്ത്രം വിശ്വസിക്കുന്നു. നമ്മുടെ ഉത്ഭവസ്ഥാനം ഏതെന്ന് അന്വേഷിക്കുക. ഒന്നും അതേപടി അങ്ങ് സ്വീകരിക്കരുത്. വിചാരം ചെയ്യാനുള്ള ബുദ്ധിയുടെ കഴിവിനെ നാം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുക. നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്വേഷിക്കുക. നീ ആര്, ഞാൻ ആര്, എവിടെ നിന്നാണ് നാം വന്നത്, ആരാണ് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മ, അച്ഛനാര് എന്നിങ്ങനെ വേണം വിചാരം ചെയ്യാനെന്ന് ഈ ശ്ലോകം നിർദ്ദേശിക്കുന്നു. നമ്മെക്കുറിച്ച് ഇന്ന് നമുക്കുള്ള അബദ്ധധാരണകൾ നീക്കാനും സത്യം കണ്ടെത്താനും ഈ മട്ടിൽ വിചാരം ചെയ്യാൻ നാം പരിശ്രമിക്കണം. ഇത് നമുക്കിന്ന് സാധിക്കുന്നില്ല. തന്നിലേക്ക് തിരിയാൻ, അന്തർമുഖ വിചാരം ചെയ്യാൻ മനസ്സിനെ കിട്ടാത്തതാണ് കാരണം. ബാഹ്യലോകത്തിലെ വശ്യമോഹനങ്ങളായ വിഷയങ്ങളിൽ തന്നെ ആമഗ്ധമായി കഴിയുകയാണ് മനസ്സ്. ആന്തരശക്തിയെ ചോർത്തിക്കളയുന്ന പ്രസ്തുത വിഷയസേവയിൽ നിന്ന് മനസ്സിനെ നിവർത്തിക്കാത്തിടത്തോളം കാലം തന്നിലേക്ക് തിരിയാനും ആത്മവിചാരം ചെയ്യാനും വേണ്ട സ്വാതന്ത്ര്യമോ സാമർഥ്യമോ അതിനുണ്ടാവില്ല. വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു വാക്കാണ് വിശ്വം.
ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ നമ്മുടെ എല്ലാ അനുഭവ സാധ്യതകളും മണ്ഡലങ്ങളും അത് ഉൾക്കൊള്ളുന്നു. അവയൊക്കെയും നിസാരമെന്നും സങ്കല്പ സൃഷ്ടിയായ സ്വപ്നം പോലെ മിഥ്യയെന്നും നിറഞ്ഞ് തള്ളിക്കളയൂ എന്ന് ആചാര്യൻ ഉപദേശിക്കുന്നു. ഇന്ദ്രിയ മനോബുദ്ധികളുടെ അനുഭവ മണ്ഡലത്തിൽപ്പെട്ട സർവവും നാശമടയുന്നു എന്നത് പ്രത്യക്ഷമാണ്. അതിനാൽ അവയൊന്നും സത്യമല്ല, മിഥ്യയാണ്. സ്വപ്നാവസ്ഥയിലെ അനുഭവങ്ങളെപ്പോലെ തന്നെ മിഥ്യയാണ് ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങളും എന്ന് ശ്രീ ഗൗഡപാദാചാര്യർ മാണ്ഡൃകാരികയിൽ യുക്തിയുക്തം സമർത്ഥിച്ചിരിക്കുന്നു. ഇപ്രകാരം മനസ്സിൽ നിന്ന് വിഷയാഭിനിവേശം കളഞ്ഞ് അതിനെ അന്തർമുഖമാക്കി ആത്മവിചാരത്തിൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്തെന്ന് അന്വേഷിക്കുന്നതിൽ വ്യാപരിപ്പിക്കണം. ഈ ദൃശ്യവിചാരങ്ങളുടെ ഫലമായി നാമരൂപങ്ങളാൽ വൈവിധ്യമാർന്ന മോഹന ജഗത്തിൻ്റെ മിഥ്യാത്വവും നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയും വെളിപ്പെടും. യോഗാനന്ദനാണ് ഈ ശ്ലോകത്തിൻ്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണം.